ചവർക്കാരത്തിന് എബ്രായിയിൽ നെതർ എന്നാണ് പറയുന്നത്. ഗ്രീക്കിൽ നിട്രോൺ എന്നും. ചവർക്കാരം സംസ്കൃതത്തിൽ യവക്ഷാരമാണ്. നെതർ എന്ന എബ്രായ പദത്തെ യിരെമ്യാ പ്രവചനം 2:22 ചവർക്കാരമെന്നും സദൃശവാക്യം 25:20 യവക്ഷാരമെന്നും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. യവധാന്യത്തിൻ്റെ പച്ചിലകൾ അഥവാ ബാർലി ലീവ്സ് കരിച്ചുണ്ടാക്കുന്ന ക്ഷാരം, ക്ഷാരം, ചാരം, കാരം, അതാണ് യവക്ഷാരം അഥവാ ചവർക്കാരം. ധാരാളം ക്ഷാരങ്ങളുള്ള ചെടികളുടെ ചാരം കലക്കിയ വെള്ളം അലക്കുവാൻ ഉപയോഗിച്ചിരുന്നു. മലാഖി 3:2 അലക്കുന്നവൻ്റെ ചാരവെള്ളം എന്ന് കാണാം. ഇതിനെ അലക്കുകാരൻ്റെ കാരം എന്ന് POC ബൈബിളും അലക്ക് സോപ്പ് എന്ന് മലയാളം ബൈബിളും പരിഭാഷപ്പെടുത്തുന്നു. ചാരവെള്ളത്തെയാണ് ക്ഷാരജലമെന്ന് യോബ് 9:30 പറഞ്ഞിരിക്കുന്നത്. യവക്ഷാരത്തിന്മേൽ ചുറുക്ക പകരുന്നതുപോലെ വിനീഗർ സദൃശവാക്യം 25:20 എന്ന സ്ഥാനത്ത് യവക്ഷാരം സോഡിയം കാർബണേറ്റാണ്. അത് ചൊറുക്കയോട് ചേരുമ്പോൾ വാതകം രൂപപ്പെടുകയും പതഞ്ഞ് പൊങ്ങുകയും ചെയ്യും. സോഡിയം കാർബണേറ്റ് ഉപയോഗിച്ചാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. ചാരവെള്ളത്തിന് എബ്രായിയിൽ ഉപയോഗിക്കുന്ന പദമാണ് ബോറീത്ത്. മലാഖി 3:2 നെതർ, ബോറീത്ത് എന്നീ 2 പദങ്ങളും യിരെമ്യാവ് 2:22 ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. നീ ധാരാളം ചാരവെള്ളം അഥവാ നെതർ തേച്ച് ചാരവെള്ളം കൊണ്ട്, അതായത് ബോറീത്ത് കൊണ്ട് കഴുകിയാലും നിന്റെ അകൃത്യം എൻ്റെ മുമ്പിൽ മലിനമായിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യിരെമ്യാ പ്രവചനം 2:22. ഈജിപ്തിലെ സോഡ തടാകങ്ങളിൽ നിന്നുള്ള അലക്ക് സോഡ പുരാതന കാലത്ത് ഉപയോഗിച്ചു വന്നു. ഇമ്മാതിരി 9 സോഡ തടാകങ്ങൾ ഈജിപ്തിൽ തന്നെയുണ്ട്. ഏറ്റവും വലുതിന് 8 കിലോമീറ്റർ നീളവും 2 കിലോമീറ്റർ വീതിയുമുണ്ട്. ഉപരിതലത്തിലുള്ള മണൽത്തട്ടിന് താഴെയായി ലവണം, ജിപ്സം, സോഡിയം, സോഡിയം കാർബണേറ്റ് ഇവയാൽ പൂരിതമായ കളിമൺ പാളിയാണ്. വേനൽക്കാലത്ത് ചെറിയ തടാകങ്ങൾ ഉണങ്ങി വരളും. അപ്പോൾ ഈ പാളികൾ വെട്ടിയെടുത്ത് ഉണക്കി സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. പൗരാണിക ജനം പ്രകൃതിജന്യങ്ങളായ കാർബണേറ്റുകളെ എണ്ണയോട് ചേർത്ത് സോപ്പിൻ്റെ രൂപത്തിലാക്കി അലക്കുന്നതിന് ഉപയോഗിച്ചിരുന്നു.